അപ്പൊ ഇനി നമുക്ക് കോഴിക്കോടേക്ക് ഒന്ന് പോയാലോ? കോഴിക്കോട്ട് നിന്നുള്ള കാഴ്ചകൾ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലാണ് നിഖിൽ പ്രമേഷ് ഉള്ളതെന്ന് തോന്നുന്നു അല്ലേ? അതെ. നിഖിലെ, അപ്പോ ഗുഡ് മോർണിംഗ്, ഓണാശംസകൾ. ഓണമൊക്കെ അടിച്ചു പൊളിക്കുന്നു. എന്തായാലും ഒരു പാട്ടൊക്കെ ഇറക്കിയെന്ന് അറിഞ്ഞു, സന്തോഷമുണ്ട്. നമുക്ക് നേരെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ഓണവിശേഷങ്ങളിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും ക്രിസ്റ്റീന, റീജിത്ത്, ഇരുവർക്കും തിരുവോണ ദിനാശംസകൾ. ഓണം അടിച്ചു പൊളിക്കുക. കോഴിക്കോട്ടെ ഓണം ഒരു സ്പെഷ്യലാണ്. നമുക്കറിയാം, മലബാറിലെ ഓണം തന്നെ പൊതുവിൽ വളരെ സ്പെഷ്യലാണ്. ഞാനിപ്പോൾ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലാണ്. അതിരാവിലെ മുതൽ തന്നെ ഇവിടേക്ക് ഭക്തരിങ്ങനെ എത്തിത്തുടങ്ങും. തിരുവോണ ദിനത്തിൽ ഇവിടെ എത്തി പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവമാണ്. ആളുകൾ ഇങ്ങനെ എത്തിത്തുടങ്ങുന്നേ ഉള്ളൂ. കുടുംബവുമായിട്ടൊക്കെ എത്തി ഈ നാലമ്പലം മൊത്തം ചുറ്റി കണ്ട് ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഒരു പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെതായ ചെറിയൊരു തിരക്ക് അവിടെ ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ചേട്ടൻ ഒരു വലിയ വിശ്വാസിയാണ്. ഞങ്ങൾ കുറച്ചു നേരമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ തിരുവോണ ദിനത്തിലും വരാറുണ്ടോ? എല്ലാ ദിവസവും വരുന്ന ആളാണ്. തിരുവോണമല്ല, എല്ലാ ദിവസവും ഈ അമ്പലത്തിൽ വരാണ്ട് ഞാൻ പോകില്ല. നാമം ചൊല്ലിയിട്ട് 1 മണിക്കൂർ രാവിലെ അവിടെ ചെലവാക്കും. തിരുവോണം എനിക്കില്ല. എല്ലാം ഞാൻ പറഞ്ഞില്ലേ, ചൊവ്വാഴ്ച വളയനാട്, വ്യാഴാഴ്ച പാർത്ഥസാരഥി, വെള്ളിയാഴ്ച ഇന്നിപ്പോൾ അവിടെ പോകണം, അഴകൊടി ക്ഷേത്രത്തിൽ പോകണം. പക്ഷെ എന്നിരുന്നാലും ഞാൻ ഇവിടെ വന്നിട്ട് എനിക്കിങ്ങനെ കൈ വറക്കും. ഇന്നെൻ്റെ പേരക്കുട്ടീൻ്റെ നാളും കൂടിയാ. പേരക്കുട്ടീൻ്റെ പേരെന്താ വെച്ചാൽ ബർഷാനി. പേരക്കുട്ടി ഉള്ളത് ദുബായിലുള്ളത്. അവള് നവംബർ 1 ജനിച്ചത്. അപ്പോൾ ഇങ്ങനെ അടിച്ചു പൊളിച്ച് പോണ്. ചേട്ടാ എവിടുന്ന വരുന്നത്? കല്ലായി. തിരുവോണം ആയതുകൊണ്ടാണോ ഇവിടെ? ഇല്ല, ഞാൻ എല്ലാ ദിവസവും ഇവിടെ വരണം. ദിവസം 5 മണിക്ക് ഇവിടെ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. 5-6 പേരെ ഉണ്ടാവും ഡെയിലി വരുന്നത്. ക്രിസ്റ്റീന, റീജിത്ത്, ഇന്നിപ്പോൾ മഴയോണാണ്. രാവിലെ മുതൽ നല്ല മഴയാണ്. ഇങ്ങോട്ട് വരുന്ന സമയത്തൊക്കെ അങ്ങനെ തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട്. എന്നിരിക്കെ പോലും ഒരു അല്പസമയം കൂടെ കഴിയുമ്പോൾ ഇപ്പോൾ അവിടെ ഉള്ളിൽ പൂജ നടക്കുകയാണ്. അപ്പോൾ അല്പസമയം കൂടെ കഴിയുമ്പോൾ ഇവിടേക്ക് ആളുകൾ ഇങ്ങനെ എത്തിത്തുടങ്ങും. പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് അവർ വീട്ടിലൊക്കെ പോയി നല്ല വിഭവ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് മലബാറോണാണ്. മലബാറോണത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാലോ. നല്ല സദ്യക്കൊപ്പം സൈഡിലൊരു നോൺ വെജ് ഐറ്റം എന്തെങ്കിലും ഉണ്ടാവും. അത് മലബാറോണത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. അപ്പോൾ അങ്ങനെ കൂടി ഒരു രസകരമായിട്ടുള്ള ഒരു ഓണക്കാലം, ഒരു മഴയിൽ നിറഞ്ഞ ഒരു ഓണക്കാലത്തെയാണ് ഇപ്പോൾ നമ്മൾ വരവേറ്റുകൊണ്ടിരിക്കുന്നത്. ഒരു ചേട്ടനും ഒരു മോളും ഉണ്ട്. എവിടെ ഞങ്ങൾ വരുന്നത്? തിരുവോണം ആയതുകൊണ്ട് വന്നാണ്. നേരത്തെ തന്നെ പ്രാർത്ഥനയൊക്കെ കഴിച്ചു. സന്തോഷം, ഹാപ്പി. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഫുൾ ടീമിന് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ തളി ക്ഷേത്രത്തിലേക്ക് പോകും. അവിടെയും ഈ പറഞ്ഞ മാതിരി ഒരുപാട് ആളുകളൊക്കെ എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രമാണ്. അവിടെയും നല്ല തിരക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. റീജിത്ത്, ക്രിസ്റ്റീന.